വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. ചേച്ചി, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, വാ. വെറുതെ എന്നോട് എന്തിനാ ദേഷ്യം? ഞാൻ ആർക്കും കള്ളും ചാരായ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് ആശാന്റെ ഒരു സ്ഥിരം പതിവാ. ഒപ്പം കൂടുന്നത് ആ ശങ്കുണ്ണിമാമായ എന്നും. എനിക്ക് കേൾക്കണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? എന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്ക് എല്ലാരും നന്നായിട്ട് അറിയാം. എടി ഇവിടെ വാടി. എന്താ വിളിച്ചത്? എടിയെന്നോ? അയ്യോ, ഞാൻ എന്റെ കുതിരയെ വിളിച്ചതാ. തന്നോടൊന്നും എഴുന്നള്ളിച്ചില്ല. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ അല്ലേടി? എടി, ഇന്ന് വരുമല്ലോ തകില് കിഴവൻ. അടിച്ച് കീലായി 4 കാലയില്. എടാ, നിനക്കറിയാമോടായി ഗണപതി അയ്യരെ? കൊട്ടും, ഇനിയും കൊട്ടും, ഇനിയും കൊട്ടും. ഗണപതിയെ ശങ്കുവല്ല ഒഴുത്തനും ഒരു പുള്ളും ചെയ്യൂല. എടീ, വരട്ടെ അല്ലേടി? നല്ല പമ്പരം സ്റ്റൈലില് വല്ല പുഴയിൽ വീണാലും തിരിഞ്ഞു നോക്കൂല. നീയാണ്, ഞാനാണ്, ഗണപതി അയ്യരാണ്, നിന്റെ അച്ഛനോട് സത്യം. ഇന്ന് ഏഴവനെയാണോ കണി കണ്ടത്? പുതിയ തെങ്ങും വെച്ചുകൊണ്ട് പട്ടിയിരിക്കുന്ന പോലെ ഈ കല്ലും വെച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എടാ സായിക്കുട്ടി, നിന്റെ കുതിര ഇംഗ്ലീഷ് പറയോ? എന്നാ കാലത്തോട്ട് കയറി ആണ്ടിപ്പറ്റാൻ മോൾ വരുന്നത്? തെങ്ങടാ. വെറ്റിലുള്ളു കൊടുത്ത വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. തന്റെ വിദ്യകളൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് 4 ചുവട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോലും. അല്ല, വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകിലായിരിക്കും ഇരിക്കുക. അത് ഓർമ്മിച്ചോളൂ. നിങ്ങൾ എന്താണ് നമ്മളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. ധരിയും ധരിയും. അതിനാണ് ഉമക്ക് ശിങ്കാരപ്പെട്ടാൽ എന്റെ പേര് വന്നത്. ശുംഭർ. അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി? നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പടച്ചുവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാക്കും. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്കുമെന്ന്. ഡാൻസ് മാസ്റ്റർ என்ன சொல்றீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാന്നിരിക്കുന്നത്? അസലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. கேட்டீங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய போதம் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லி கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്, വെത്തിലമാക്കെടുത്ത് ദക്ഷിണ വെച്ചെന്ന് പൊണ്ണ് കയ്യിലെ കൊടു. രാജാവിന് മുമ്പേ കാര്യം മുടി കിട്ടും. ഒന്നാക്കണ്ട, ഒരു 4-5 വെറ്റിലേയും അടക്കി ആയിക്കോട്ടെ. ദക്ഷിണയ്ക്ക് പേർക്ക് ഒരു വെത്തല പോകാതാ? അവനോ ഇളലക്കിനായി, നീ അവനോട് ഹിരണക്കിനായി. എന്നെ വെള്ളം കൊടുത്തുക്കോ. വെള്ളം കുറച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എല്ലാം കൊടുത്തുക്കോ. കണ്ണെങ്കി വാ.
സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് அந்த பாதாள விரதங்கள்ல கெட்டியா பிடிச்சுக்கோ. போமா. നന്നായി വരട്ടെ. അയ്യോ, പെൺകുട്ടികൾ മാനമര്യാദ ജീവിക്കുന്നിടത്ത് എത്തി നോക്കുന്നത് ഇറങ്ങിപ്പോടും മക്കള വാനര ഉറങ്ങ. എടോ, താൻ ധൈര്യമായിട്ടിരിക്കേ. തനിക്കിപ്പോ ആ പഴട്ടപ്പട്ടരെ അവിടുന്ന് ഓടിക്കണം. ആ പെണ്ണൊന്ന് വളയണം. അത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റു. കൈകൊട്. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? ചിപ്പു വിചാരിച്ച നടക്കാത്ത കാര്യം ഒന്നും ഇല്ലടോ ഇക്കരല്ലേ. താൻ കൈകൊട്. വരുന്നു ശൃംഗാരം. കൂടുതൽ ഞെളിയാതോ ഒടിഞ്ഞു പോകും. എടോ ശൃംഗാരം. അതെ, നിന്റെ തന്തയാ. എടാ, ഞങ്ങളുടെ ഭാവം പൂക്കും. അമ്മ, ഒന്നിങ്ങോട്ട് വന്നേ. ചിപ്പു ഓടിക്കോ ഓടിക്കോ. ഭദ്രകാളി വരുന്നടാ. വേഗം പറ. എനിക്ക് ഈച്ചയെ കിട്ടി. മുഴുവനും അടിച്ചു കൊല്ലാതടാ മഹാഭാവി. പിന്നെ നാളെ എന്തോ ചെയ്യും? അതും ശരിയാ. ഞാൻ ഈ പണി നിർത്തിയിട്ട് ആ ഗണപതിയുടെ കൂടെ പോവാ. എന്ത് കാശ അയാൾ ഉണ്ടാക്കുന്നത്? ഈ 4 മലയിലും കൂടി അയാൾ ഒരുത്തനേ ഉള്ളൂ ഈ പണി അറിയാവുന്നത്. എവിടെങ്കിലും ഒരിടത്ത് ദിവസം ഒരു കല്യാണമോ പേരോ പേരിടിയിലോ തൂങ്ങിമരണമോ എന്തെങ്കിലും കാണും. കൂടെ ശിങ്കിലി അടിക്കാൻ പോയാലും കിട്ടും കാശ്. ഒരു ദരിദ്രവാസിയും കാണുന്നില്ലല്ലോടാ. എടാ, ഒരു പ്രോഗ്രാം കിട്ടിയാ മതി, പിന്നെ ആള് തേടി വരും. തല്ലാനായിരിക്കും. അല്ലെങ്കിൽ നിന്റെ വാ തുറന്ന ആവശ്യമല്ലേ വരൂ. ഈ ഒരു രംഗം വരുമ്പോ നീ അങ്ങ് അറിഞ്ഞ് വായിച്ചേക്കണം. കൈകടിയിട്ടുന്ന സ്ഥലമാ. മാസ്റ്ററെ, ഞങ്ങള് ബാലെ ബുക്ക് ചെയ്യാൻ വന്നതല്ല. പിന്നെ എന്താണാവോ ആഗമനോദ്ദേശം? മാസ്റ്റർക്ക് കാശ് കിട്ടുന്ന കാര്യം തന്നെയാ. ആണോ? എന്നാ ഇരി. കേക്കട്ടെ. ഇതെന്റെ കൂട്ടുകാരൻ ശ്യാം. ആ, ഇവനെ ഒന്ന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം. പാടാനറിയാമല്ലോ. പിന്നെ നന്നായിട്ട് പാടും. പക്ഷേ ശാസ്ത്രീയമായിട്ടറിയില്ല അല്ലേ? ഇല്ല. ആ, പഠിപ്പിക്കാം. പക്ഷേ ചെലവൽപ്പം കൂടും. അത് സാരമില്ല. പക്ഷേ 2 ദിവസം കൊണ്ട് കാര്യം നടക്കണം. ഒന്നുമില്ലേലും 2 ദിവസം കൊണ്ട് വ്യക്തിപ്പട്ടരേക്കാൾ നന്നായിട്ട് പാടുന്ന വിധത്തിലാക്കണം. അച്ഛന്റെ പേര് ത്യാഗരാജ ദീക്ഷിതരെന്നോ മറ്റോ ആണോ? അതെന്താ മാസ്റ്ററെ അങ്ങനെ ചോദിച്ചത്? ഇതെന്താ കത്തി മുഖത്ത് വയ്ക്കാൻ പഠിക്കുന്നത് പോലാണെന്നാ വിചാരം? കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിധം ഒപ്പിക്കാം. അപ്പോഴേക്കും പട്ടര് പെണ്ണിനെയും കൊണ്ട് പോവും. പെണ്ണോ? മാസ്റ്ററെ, ഉള്ള സത്യം പറയാം, ഇവനും നമ്മുടെ ഗണപതി അയ്യരുടെ മോളും തമ്മിൽ ഇഷ്ടമാണ്. പക്ഷെ ഈ ഇടയായിട്ട് ആ വ്യക്തിപ്പട്ടർ അവിടെ പറ്റിക്കൂടി ഒരു ഡാൻസും പാട്ടും പഠിപ്പിക്കൽ തുടങ്ങിയിരിക്കുക. ആകെ ഒരു പഞ്ചാരയും തേനും ഒലിക്കുന്ന ശൃംഗാരമാണ്. ഇതൊന്നും കലക്കണം. അതിന് ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ. മാസ്റ്റർ സഹായിച്ചില്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യും. അല്ലേടാ? ചെയ്യൂ എന്ന് പറഞ്ഞാ നേരത്തെ പറഞ്ഞത് നടക്കാത്ത കാര്യം. അത് വേണ്ട, വേറൊരു പണിയുണ്ട്. മാസ്റ്റർ അകത്തേക്ക് വാ. അകത്തേക്കോ? വാ, പറയാന്നേ.